ഇപ്പോഴിത് അമേരിക്ക ഇറാനെ ആക്രമിക്കാനുള്ള സൂചന നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് വരുന്നത്. അതേസമയം ഇറാനിലെ കലാപത്തിൽ 648 പേർ മരിച്ചു എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നു. ഇറാനെതിരെ വ്യോമാക്രമണം നടത്തും എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മുഴുവൻ ലോകത്തിന്റെയും കണ്ണുകൾ ഇപ്പോൾ ഇറാനിലാണ്. കഴിഞ്ഞ 15 ദിവസമായി ഇവിടെ ജനങ്ങൾ കലാപം നടത്തുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണ ഭീഷണി മുഴക്കുന്നു. സുപ്രീം നേതാവായിട്ടുള്ള അയത്തുള്ള ഖമേനി ഇപ്പോൾ അയാളെ കൊന്നുകളയും അല്ലെങ്കിൽ വധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അക്രമാസക്തമായിട്ടുള്ള നടപടിയിൽ 648 പേർ മരിച്ചു. എന്തായാലും അമേരിക്ക ഇപ്പോൾ വ്യോമാക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ഇറാനിൽ മരണസംഖ്യ 648 വർദ്ധിച്ചു. മനുഷ്യാവകാശ സംഘടനകൾ ഇതാണ് അവകാശപ്പെടുന്നത്. അതേസമയം 10,000-ലധികം പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇറാനിലെ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണത്തിലാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി അവകാശപ്പെടുന്നു. ആക്രമണത്തിന് ഇസ്രയേലും അമേരിക്കയുമാണ് ഉത്തരവാദികൾ എന്നാണ് ഇറാൻ പറയുന്നത്. പരമോന്നത നേതാവ് ഖമേനിയുടെ അനുയായികളും ഇറാനിൽ ഒരു റാലി നടത്തുന്നു. ഈ റാലിയിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ മുദ്രാവാക്യം ഉയരുന്നു. ഇറാനെതിരായ ആക്രമണത്തെക്കുറിച്ച് അമേരിക്ക വീണ്ടും സൂചന നൽകി. ചർച്ചകൾ ഇപ്പോഴും ഞങ്ങളുടെ ആദ്യ ഓപ്ഷൻ ആണെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി പറഞ്ഞു. എന്നാൽ ആവശ്യമെങ്കിൽ US സൈന്യം മാരകമായ ബലപ്രയോഗം നടത്തും. ഡൊണാൾഡ് ട്രംപ് ഒരു സൈനിക നടപടിയെയും ഭയപ്പെടുന്നില്ല എന്നാണ് ഇപ്പോൾ അമേരിക്കൻ വൃത്തങ്ങൾ പറയുന്നത്. അമേരിക്കയുമായി ചർച്ചയ്ക്ക് ഇറാനും തയ്യാറാണ്. എന്നിരുന്നാലും ഈ ചർച്ചകൾ ഏകപക്ഷീയമാകരുതെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഒരു നിബന്ധന അമേരിക്കയ്ക്ക് മുന്നിൽ വച്ചിട്ടുണ്ട്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന ലോകത്തിലെ ഏതൊരു രാജ്യത്തിനും ട്രംപ് 25% താരിഫ് ഏർപ്പെടുത്തി. US വെർച്വൽ എംബസി അമേരിക്കൻ പൗരന്മാർക്ക് ഉടൻ ഇറാൻ വിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനിൽ ഗുരുതരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അക്രമാസക്തമാകുന്നുവെന്ന് ഉപദേശത്തിൽ പറയുന്നു. അത്തരം സാഹചര്യത്തിൽ ഉടൻ തന്നെ റോഡ് മാർഗം അർമേനിയയിലോ തുർക്കിയിലോ എത്തി നാട്ടിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇറാനിയൻ സർക്കാർ പ്രതിഷേധക്കാരെ ഭീകരർ എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ നിർണായക നടപടി സ്വീകരിക്കുമെന്ന് ഇറാനിയൻ പോലീസ് പറഞ്ഞിട്ടുണ്ട്. കൗമാരക്കാരെയും യുവാക്കളെയും സംരക്ഷിക്കാൻ കുടുംബങ്ങൾക്കും നിർദ്ദേശമുണ്ട്. ഇറാനിൽ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് വധശിക്ഷ വിധിക്കും. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 26-കാരനായ ഇർഫാൻ സോൾട്ടാനിക്ക് ഇതിനോടകം തന്നെ വധശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.